Welcome back all of you. Taimonana. We are discussing pharmacokinetics. So, ഈ വീഡിയോ pharmacokineticsന്റെ 11ാമത്തെ വീഡിയോ ആണ്. 11ാമത്തെ വീഡിയോ ഓഫ് pharmacokinetics വീഡിയോ സീരീസിലെ. ഈ വീഡിയോ മുതൽ നമ്മൾ pharmacokineticsലെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തേത് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആയിരുന്നു. അത് നമ്മൾ 10 വീഡിയോയിൽ ഇലാബറേറ്റ് ചെയ്തു. സോ ഇനിയുള്ള വീഡിയോസിൽ ലെറ്റ്സ് സീ അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ. സോ ഡിസ്ട്രിബ്യൂഷനിൽ എന്തെല്ലാമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? സോ വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് നമ്മൾ പറയണം. 2 വേർ ദീസ് ഡ്രഗ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു. ഇത് എങ്ങോട്ടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, മരുന്ന് എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയണം. മൂന്നാമത്തത് വാട്ട് ഡിറ്റർമിൻസ് ദീസ് ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഡിറ്റർമിൻസ്. സോ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാം. സോ ഇത് നമ്മൾ പറയണം. എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പോൾ അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ തുടങ്ങിയ ബാരിയറുകളെ പറ്റി പറയണം. ദെൻ ഇപ്പോൾ ബ്ലഡ് ബാരിയറിനെ കുറിച്ച് പറയണം. ദെൻ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്, അതിനെ കുറിച്ച് നമ്മൾ പറയണം. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ക്ലിനിക്കലി, വാട്ട് ഈസ് ഇറ്റ്, ക്ലിനിക്കലി എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. ദെൻ ഇവിടെ തന്നെ നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. ടിഷ്യൂ ബൈൻഡിങ് ഓഫ് ടിഷ്യൂ ബൈൻഡിങ്, ഡ്രഗ്സിന്റെ ടിഷ്യൂ ബൈൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ച് നമ്മൾ പറയണം. ആൻഡ് നാലാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇനി നമുക്ക് പറയേണ്ടത് ഹൗ വിൽ യു ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് ദ പാരാമീറ്റർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ? സോ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ വി ഹാവ് ടു സ്പീക്ക് അബൌട്ട് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയാം. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇറ്റ് മേ ടേക്ക് 3-4 വീഡിയോസ്. ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇതിൽ ഡെഫിനിഷൻ പറയാം, എവിടേക്കാണ് പോകുന്നതെന്ന് പറയാം. ദെൻ ഡിറ്റർമിനൻസിൽ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് വരെ പറയാം. ബാരിയേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ലാസ്റ്റ് വീഡിയോയിൽ പറയാം. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ മരുന്ന് രോഗിക്ക് കൊടുക്കുന്നു എന്ന് കരുതുക. ഓറലോ അല്ലെങ്കിൽ IV അല്ലെങ്കിൽ ഏത് റൂട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ. മരുന്ന് ബ്ലഡിലെത്തുന്നു. ബ്ലഡിലെത്തുക എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹൃദയത്തിലെത്തും. ഹൃദയത്തിലെത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസലിലൂടെ ശരീരം മൊത്തം എത്തും, ശരീരമാസകലം എത്തും. ഇതെല്ലാം രക്തത്തിലൂടെ ആയിരിക്കും എത്തുക. സോ മരുന്ന് രക്തത്തിൽ തന്നെ കിടക്കില്ല. ആ മരുന്ന് അബ്സോർബ് ചെയ്ത് രക്തത്തിൽ പോയി കിടക്കാനല്ലല്ലോ. സോ ശരീരത്തിലെ പല കോശങ്ങളിലും ഓർ ടിഷ്യൂസ്, ഓർഗൻസ്, ഈ മരുന്നിന്റെ അംശം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പ്രോസസ് നമ്മൾ പഠിച്ച പാസീവ് ഡിഫ്യൂഷനോ അല്ലെങ്കിൽ മറ്റ് പല മാർഗങ്ങളിലൂടെയും മരുന്ന് രക്തത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കും. സോ ഇതിനാണ് നമ്മൾ ബേസിക്കലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യാം, ഈ പ്രോസസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ്സ് ദ പ്രോസസ്. സോ ഇതൊരു പ്രോസസ് ആയതുകൊണ്ട് പ്രോസസ് ബൈ വിച്ച്, ഓക്കെ, ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ആരാണ് എ ഡ്രഗ്, ഒരു മരുന്ന് എന്ത് ചെയ്യും? റിവേഴ്സിബിളി എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിവേഴ്സിബിളി ലീവ്സ് ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് പുറത്തു പോകുന്നു. പക്ഷെ അതിന് തിരിച്ചും വരാം. പുറത്തേക്ക് പോകാം, തിരിച്ചു വരാം, പുറത്തേക്ക് പോകാം, തിരിച്ചു വരാം. ആൻഡ് ഇനി എവിടേക്കാ പോകുന്നത്? എൻറ്റർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇൻടു അതർ ഓർഗൻസ്. ഈ ഓർഗൻസ് ഏതൊക്കെയാണ്? ടിഷ്യൂസ്, സെൽസ്. സോ ഇറ്റ് ക്യാൻ ബി interstitial fluid ആകാം, interstitial fluid or to cells of ടിഷ്യൂസിലുള്ള വിവിധ തരത്തിലുള്ള ടിഷ്യൂസിലുള്ള സെൽസ് ആകും. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ ഇസ് ഇറ്റ്സ് എ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ഡ്രഗ് റിവേഴ്സിബിളി ലീവ്സ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് എൻറ്റർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ടു അതർ ഓർഗൻസ്. That's in interstitial fluid or intracellular fluid of various tissues. Okay. So നമ്മൾ ഡിഫൈൻ ചെയ്തു. നമുക്കിനി ആ പ്രോസസ് ഒന്ന് കാണാം. മരുന്നെത്തിയ ബ്ലഡ് വെസൽ. Let's draw this blood vessel. This is that blood vessel which brings the drug. ഈ സിസ്റ്റമിക് സർക്കുലേഷനെ നമുക്ക്
നമുക്ക് മരുന്നുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് കാണാമല്ലോ. സോ ഇറ്റ്സ് എ കമ്പാർട്ട്മെന്റ്. സോ ദർ ഈസ് ഡ്രഗ്. മരുന്ന് അതിനകത്തുണ്ട്. ഓക്കെ, ഡ്രഗ് ഈസ് ഇൻ ദ ബ്ലഡ് ഓർ ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. അപ്പൊ പ്ലാസ്മയിലാകാം അല്ലെങ്കിൽ ബ്ലഡിനകത്ത് തന്നെ ആകാം. സോ ഇവിടെ ഈ മരുന്ന് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. രണ്ട് രീതിയിലായിരിക്കും മരുന്നിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വൺ, ഇറ്റ് ആസ് എ ബൗണ്ട് ഡ്രഗ് ആൻഡ് സെക്കൻഡ് ഈസ് അൺബൗണ്ട്. ഓക്കെ, അൺബൗണ്ട് ഡ്രഗ്, ബൗണ്ട് ആൻഡ് അൺബൗണ്ട് ഡ്രഗ്. സോ രക്തത്തിൽ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ പ്ലാസ്മ പ്രോട്ടീനിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നതിനെ നമുക്ക് ബൗണ്ട് ഡ്രഗ് എന്നും പ്ലാസ്മ പ്രോട്ടീനിൽ ഒട്ടിച്ചേരാത്തതിനെ നമുക്ക് അൺബൗണ്ട് ഡ്രഗ് എന്നും വിളിക്കാം. ആൻഡ് ദിസ് കമ്പാർട്ട്മെന്റ് ഈസ് കമ്പാർട്ട്മെന്റ് നമ്പർ 1. ഓക്കെ, സോ ദർ ഈസ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ പ്ലാസ്മ ബൗണ്ട് ആൻഡ് അൺബൗണ്ട്. സോ ഇതാണ് ആദ്യത്തെ കമ്പാർട്ട്മെന്റ്. നൗ ഈ മരുന്ന് ഈ അൺബൗണ്ട് ഡ്രഗ് വിൽ മൂവ് ടു ഔട്ട്സൈഡ്. ഈ അൺബൗണ്ട് ഡ്രഗ് ആയിരിക്കും മൂവ് ചെയ്യുക. ബൗണ്ട് ഡ്രഗിന് കടക്കാൻ പറ്റില്ല. സോ ഇവിടെയുള്ള ഈ സ്ഥലം അതിനെ നമുക്ക് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്നായിരിക്കും പറയാം. സോ ദിസ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഈസ് ദ second compartment where the drug exists. Drug diffuse ചെയ്തിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് the second compartment, that is the interstitial fluid. ഇനി ഈ interstitial fluid കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പുറത്ത് there are different types of cells. പലതരത്തിലുള്ള ടിഷ്യൂസ് ആൻഡ് സെല്ലുകളാണ് ഉള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. സോ ഇതിന്റെ ഉള്ളിലും ഈ സെല്ലിന്റെ ഉള്ളിലും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡുകൾ ഉണ്ട്. സോ ദ ഡ്രഗ് ക്യാൻ എൻറ്റർ ഹിയർ. ഇതിനകത്തേക്ക് ഡ്രഗ് കയറാം. സോ ദിസ് ഈസ് ദ തേർഡ് കമ്പാർട്ട്മെന്റ്. മൂന്നാമത്തെ കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇതാണ്, തേർഡ് കമ്പാർട്ട്മെന്റ്. സോ ഓരോ ടിഷ്യൂസിലുമുള്ള ടൈപ്പ് ഡിഫറെന്റ് ആണ്, മരുന്നും ഡിഫറെന്റ് ആണ്. സോ ഇതിനകത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അളവുകളും ഡിഫറെന്റ് ആയിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കും. സോ വി ഹാവ് സീൻ 3 കമ്പാർട്ട്മെന്റ്സ്. സോ ഫംഗ്ഷണലി 3 ഡിഫറെന്റ് അല്ലെങ്കിൽ വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളിലായിട്ട് മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വെൻ ദ ഡ്രഗ് എൻറ്റേഴ്സ് ദ ബോഡി, it has the potential to distribute to any of the 3 functionally different compartments of the body water. Or വേറെ സാധ്യത കൂടി ഉണ്ട്. It can even get sequestered in a particular tissue. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടിഷ്യൂവിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ സൈറ്റിലോ മാത്രമായിട്ട് ഡ്രഗിന് കൂടുതലായിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും അവിടെയുണ്ട്. സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അൺഈക്വൽ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ പ്രോസസ് ആണ്. മേ ബി അല്ല, ശരിക്കും ഇറ്റ് ഈസ് അൺഈക്വൽ ടു ഡിഫറെന്റ് ബോഡി കമ്പാർട്ട്മെന്റ്സ്. സോ ഇപ്പൊ മരുന്ന് നമ്മൾ ബ്ലഡിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. വി ആർ ഗിവിംഗ് ദ ഡ്രഗ്. നമ്മളൊരു മരുന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലഡ് എമൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആൻഡ് ദിസ് ഈസ് ദ ടൈം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ദ ഡ്രഗ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കെ. ബിക്കോസ് ദ ഡ്രഗ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് ഏരിയാസ്. സോ അതുകൊണ്ട് ബ്ലഡ് ലെവൽ ഒന്ന് കുറയും. ദെൻ ഇനീഷ്യലിൽ നിന്ന് കുറഞ്ഞിട്ട് പിന്നെ ഗ്രാഫ് ഇങ്ങനെ വരും. പക്ഷെ ആക്ച്വലി സത്യത്തിൽ ഇതും ശരിയല്ല. ദിസ് ഓൾസോ ആർട്ടിഫിഷ്യൽ. കാരണം മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. കിഡ്നിയിലേക്ക് മരുന്ന് പോകുന്നുണ്ട്. കിഡ്നിയിൽ മരുന്ന് പോകുമ്പോൾ അവിടെ എലിമിനേഷൻ കൂടി നടക്കുന്നുണ്ട്. ദ ഡ്രഗ് ഈസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ്. പക്ഷെ ടെമ്പറലി, തൽക്കാലം നമ്മൾ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് എലിമിനേഷൻ. ലെറ്റ്സ് അസ്യൂം, ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ വിചാരിക്കാം. നമ്മുടെ കൺസെപ്റ്റ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നമ്മൾ പറയുന്നത് തൽക്കാലം മരുന്ന് പോകുന്നില്ല എന്ന ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. സോ തൽക്കാലം മരുന്ന് ശരീരത്തിൽ തന്നെയുണ്ട് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്കൊരു ആവറേജ് ഹ്യൂമൻ ബീങ്, ഒരു 70 കിലോഗ്രാം ഭാരമുള്ള ഒരു ആവറേജ് മനുഷ്യന്, ഒരു മനുഷ്യനിൽ നമുക്കറിയാം 4 ലിറ്റർ ഓഫ് പ്ലാസ്മ ഉണ്ടാവും. സോ പ്ലാസ്മ ഈസ് അറൌണ്ട് 4 ലിറ്റേഴ്സ് ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് മീൻസ് ദിസ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് പ്ലസ് പ്ലാസ്മ. പ്ലാസ്മ ഒരു എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആണ്. സോ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഏകദേശം 10 ലിറ്റർ ആണ്. സോ 10 + 4 = 14 ലിറ്റേഴ്സ്. സോ നമ്മൾ ലിറ്ററിലാണ് പറയുന്നത്. 14 ലിറ്റേഴ്സ് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ടോട്ടൽ ബോഡി വാട്ടർ ശരീരത്തിൽ ആസകലം മൊത്തത്തിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൂട്ടണം. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പ്ലസ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഓരോ സെല്ലിനകത്തും ഫ്ലൂയിഡ് ഉണ്ട്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് അറൌണ്ട് 28 ലിറ്റർ. എക്സ്ട്രാ സെല്ലുലാർ
ഫ്ലൂയിഡ്, പ്ലാസ്മ വോളിയം, പ്ലാസ്മയിലുള്ള വെള്ളം പ്ലസ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡുള്ള 10 ലിറ്റർ. സോ 14 + 28, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 ലിറ്റേഴ്സ് ആണ് ഒരു 70 കിലോ ഉള്ള ഒരു മനുഷ്യനിലുള്ള ടോട്ടൽ ബോഡി വാട്ടർ. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ലിറ്ററിലാണ്. ഇനി അഡീഷണൽ ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, ബോൺ ഉണ്ട്. ഇപ്പോൾ ഗർഭിണികളാണെങ്കിൽ നമുക്ക് ഫീറ്റസിൽ വരെ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. സോ നമ്മൾ ടോട്ടൽ ബോഡി വാട്ടറിനെ നമുക്ക് ലിറ്ററിൽ കണ്ടു. ഇനി ഒന്ന് കിലോഗ്രാമിലേക്ക് കാണാം. ലിറ്റർ പെർ കിലോഗ്രാം ആണെങ്കിൽ സോ ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ. ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാമിൽ എത്ര ലിറ്റർ? സോ നമ്മൾ ടോട്ടൽ ബോഡി വാട്ടർ ആണ് നമ്മൾ പറയുന്നത്. സോ ടോട്ടൽ ബോഡി വാട്ടർ ഈസ് ഈക്വൽ ടു എത്ര വരും? 0.6 ലിറ്റർ പെർ കിലോഗ്രാം എന്ന ഒരു കണക്ക് നമുക്ക് കിട്ടും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അതിനകത്തുള്ള വാട്ടർ ഈസ് ഈക്വൽ ടു 0.2 ലിറ്റർ പെർ കിലോഗ്രാം. സോ ഇൻട്രാസെല്ലുലാർ, അപ്പം ഇത് മൈനസ് ഇതാണെങ്കിൽ 0.4 ലിറ്റർ പെർ കിലോഗ്രാം ആയിരിക്കും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്. ദെൻ ബ്ലഡ് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 0.08 ലിറ്റർ പെർ കിലോഗ്രാം ഉണ്ട്. ഇനി പ്ലാസ്മ മാത്രമാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും, 0.04 ലിറ്റർ പെർ കിലോഗ്രാം ആയിരിക്കും. ദെൻ ഫാറ്റ് കൊഴുപ്പിനകത്താണെങ്കിലോ 0.2 to 0.35 ലിറ്റർ പെർ കിലോഗ്രാം ആണുള്ളത്. ദെൻ ബോണിനകത്താണെങ്കിൽ 0.07 ലിറ്റർ പെർ കിലോഗ്രാം വാട്ടർ. സോ ഇതെല്ലാം വെള്ളത്തിന്റെ എമൗണ്ട് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെ ടോട്ടൽ ബോഡി വാട്ടർ, എക്സ്ട്രാ സെല്ലുലാർ വാട്ടർ ആൻഡ് ബ്ലഡ്, ഇതൊക്കെ നമുക്ക് VD പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ ബ്ലഡ് വാട്ടർ വോളിയം ഇൻ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ്. ഇനി നമുക്കാദ്യം വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. ഒരു മരുന്ന് കൂടുതലായിട്ട് എവിടെയെങ്കിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? 4 കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലഡ് ഫ്ലോ. ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് എങ്ങനെ ഒഴുകുന്നു, കൂടുതലാണോ കുറവാണോ? രണ്ടാമത്തത് കാപ്പിലറി പെർമിയബിലിറ്റി ആണ്. ആ ഭാഗത്തേക്കുള്ള കാപ്പിലറീസിന്റെ പെർമിയബിലിറ്റി കൂടുതലാണോ കുറവാണോ? പെർമിയബിലിറ്റി. മൂന്നാമത്തത് പ്രോപ്പർട്ടി ഓഫ് ദ ഡ്രഗ് ആണ്. പ്രോപ്പർട്ടി ഓഫ് ഡ്രഗ് മരുന്നിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. മരുന്നിനെ കുറിച്ചാണ് പ്രോപ്പർട്ടി ഓഫ് പെർട്ടിക്കുലർ ഡ്രഗ്. ഏത് മരുന്നാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ മരുന്നിന്റെ പ്രോപ്പർട്ടി. ആൻഡ് നാലാമത്തത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്. സോ ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് സംസാരിക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ആദ്യത്തെ ബ്ലഡ് ഫ്ലോ. സോ രക്തത്തിൽ ഒരു മരുന്ന് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെ എത്തണം? സിമ്പിൾ ആണ്. ഏത് ഓർഗനിലേക്കാണോ കൂടുതൽ രക്തം എത്തുന്നത് ആ ഭാഗത്ത് അല്ലെങ്കിൽ അവിടേക്കായിരിക്കും ഡ്രഗ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ബ്ലഡ് ഫ്ലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്ട്രിബ്യൂഷൻ. സോ ഉദാഹരണം കിഡ്നീസിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ട്, അവിടെ വേഗം എത്തും. ലിവറിലും ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉണ്ട്. ദെൻ ബ്രെയിനിൽ ധാരാളം ബ്ലഡ് സപ്ലൈ ഉള്ള സ്ഥലമാണ്. സോ ഇങ്ങോട്ടേക്കിടക്ക് വേഗം എത്തും. സോ ഈ ഭാഗത്തേക്കൊക്കെ ഡ്രഗ് വേഗത്തിൽ എത്തും. പക്ഷെ സ്കിന്നിലേക്ക് ബ്ലഡ് സപ്ലൈ അത്ര അധികം ഒന്നുമില്ല, കുറവാണ്. അഡിപ്പോസ് ടിഷ്യൂ ഓർ ഫാറ്റ്, ഇങ്ങോട്ടേക്കും ബ്ലഡ് സപ്ലൈ കുറവാണ്. സോ ഇവിടേക്ക് എത്താനുള്ള ചാൻസ് കുറവാണ്. സോ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ വൺ ഓഫ് ദ ഫാക്ടർ ആണ്. ഇതുകൊണ്ട് മാത്രമല്ല, ഇത് വൺ ഓഫ് ദ ഫാക്ടർ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഷോക്ക് കണ്ടീഷനിലുള്ള പേഷ്യൻസിന് ഇമാജിൻ ചെയ്യുക. ഷോക്ക് കണ്ടീഷൻസിൽ ഹൈപ്പോവോളിമിക് ഷോക്ക് ആണെന്ന് വിചാരിക്കുക. സോ ബ്ലഡ് സപ്ലൈ കുറവാണ്. ബ്ലഡ് സപ്ലൈ കുറവാകുമ്പോൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ലെസ്. സോ പാത്തോളജിക്കൽ സ്റ്റേറ്റ്സ് ക്യാൻ ഓൾസോ ഓൾട്ടർ ദ ബ്ലഡ് ഫ്ലോ. ഇനി ബ്ലഡ് ഫ്ലോ മാത്രം കാര്യമില്ല നമ്മൾ പറഞ്ഞു. അടുത്ത കാര്യം ഈസ് രണ്ടാമത്തെ ഫാക്ടർ ഈസ് കാപ്പിലറി പെർമിയബിലിറ്റി ഓഫ് ദ കാപ്പിലറീസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാപ്പിലറീസും ഒരേപോലെ പെർമിയബിൾ ഒന്നുമല്ല. ഓക്കെ, ഒരേ സ്ട്രക്ചർ അല്ല. ഇപ്പൊ നമ്മൾ കാപ്പിലറീസ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ സം കാപ്പിലറീസ് ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ലിവറിലുള്ള കാപ്പിലറി ആണെന്ന് വിചാരിക്കുക. ലിവറിലുള്ള കാപ്പിലറീസ്, അവിടെയുള്ള കാപ്പിലറി എൻഡോത്തീലിയൽ സെൽസ് ഹാവ് ഗ്യാപ് ജംഗ്ഷൻ. സോ ഇത് ലിവറിലുള്ള കാപ്പിലറി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ദേ ഹാവ് ഗ്യാപ് ജംഗ്ഷൻസ്. ഇവിടെ ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്. പല സ്ഥലത്തും ഫെനിസ്ട്രേഷൻസ് ആൻഡ് പോർസ്. ഇവിടെ ഫെനിസ്ട്രേഷൻസ് ഉണ്ടാകാം, പോർസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ദേ ഹാവ് എ സ്പെഷ്യൽ ഡിഫറെന്റ് ടൈപ്പ്, ദാറ്റ് ഈസ് സൈനസോയിഡൽ ടൈപ്പ് ഓഫ് കാപ്പിലറീസ്. സൈനസ് ഫോം ചെയ്തിട്ട് അവിടേക്ക് സാധനങ്ങളെ റിലീസ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കാം. സോ ഇതിന്റെയൊക്കെ ഗുണം ഈ ഭാഗത്തേക്ക് ഡ്രഗ് വേഗത്തിൽ തന്നെ ലീക്ക് ചെയ്ത് കടന്നു പോകും. സോ ഇവിടെ മരുന്ന് കൂടുതലായിട്ട് എത്തും. സോ ദീസ് ഏരിയാസ് ഈസിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഇൻക്രീസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ചില സ്ഥലങ്ങളിൽ പക്ഷെ നേരെ വിപരീതമാണ്. സോ ഇവിടെയാണ് നമ്മൾ ബാരിയേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ബ്ലഡ് ബ്രെയിൻ ബാരിയർ BBB, അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ, ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ. സോ ഇങ്ങനെയൊക്കെയുള്ള ബാരിയറിൽ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കാപ്പിലറി
capillaries are continuous capillaries. Continuous capillaries, ഇപ്പോൾ capillary endothelial cells ആണെങ്കിൽ they have no gap junctions, they have tight junctions. So ഇവിടെ ഗ്യാപ്പ് ഇല്ല. ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഇല്ല, ടൈറ്റ് ജംഗ്ഷൻസ് ആണ്. മോറോവർ മാത്രമല്ല, ഇപ്പൊ ബ്രെയിൻ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെയിനിലെ കാപ്പിലറി ആണെന്ന് വിചാരിക്കുക. കാപ്പിലറിയുടെ ചുറ്റും പുറമേ there are some അവിടെ മൈക്രോഗ്ലിയൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോസൈറ്റ്സ് പോലെയുള്ള മൈക്രോഗ്ലിയൽ ബ്രെയിൻ സെൽസിന്റെ ഒരു കോട്ടിങ്. സോ ഇതിന് ചുറ്റും കോട്ട് ചെയ്തിരിക്കുക. ഇത് ബ്രെയിനിലുള്ള കാപ്പിലറി ആണെങ്കിൽ ഇതിന് ചുറ്റും മൈക്രോഗ്ലിയൽ സെൽസ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ again it is an additional barrier. ഒന്നിനും കടന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റ് ജംഗ്ഷൻസ് ആയിരിക്കും ബ്രെയിനിലും ചില ഭാഗങ്ങളിലും ഒക്കെ ഉള്ളത്. ബ്രെയിൻ ആണ് ഏറ്റവും ഫേമസ്. ദെൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡ്രഗിന് കടക്കണമെങ്കിൽ പിന്നെ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, there should be സ്പെഷ്യൽ ട്രാൻസ്പോർട്ടേഴ്സ്, പ്രത്യേക ട്രാൻസ്പോർട്ടേഴ്സ്. ഇവിടെ ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ കടത്തി വിടാം. ഓക്കെ. രണ്ടാമത്തേത്, ഡ്രഗ് ഷുഡ് ബി ഹൈലി ലിപ്പിഡ് സോൾബിൾ. ലിപ്പിഡ് സോൾബിലിറ്റി കൂടുതലാണെങ്കിൽ സെൽ മെംബ്രെയിൻ നമ്മൾക്കറിയാം ലിപ്പിഡ് ബൈലെയർ ആണ്. സോ ഇറ്റ് ക്യാൻ ക്രോസ്. സോ ഇത് രണ്ടുമാണ് ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സിനെ പറ്റി നമുക്ക് പറ്റുമെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഫാക്ടർ പ്രോപ്പർട്ടി ഓഫ് ഡ്രഗ് ആണ്. ഇതിപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് സെയിം. ദാറ്റ് ഈസ് ഇഫ് ദ ഡ്രഗ് ഈസ് ലിപ്പോഫിലിക്, സെൽ മെംബ്രെയിൻ കടക്കാൻ ലിപ്പിഡ് സോൾബിൾ ആണെങ്കിൽ, ഇഫ് ദ ഡ്രഗ് ഈസ് ഇത് അകമാണെന്ന് വിചാരിക്കുക, ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക, ബ്ലഡിൽ നിന്ന് ഈസി ആയിട്ട് കവർ ചെയ്ത് കടന്നു പോകാനായിട്ട് സാധിക്കും. സോ ലിപ്പിഡ് സോലിബിലിറ്റിക്ക് നമുക്ക് വാട്ടർ ഇൻസോലിബിൾ എന്നോ ഹൈഡ്രോഫോബിക് എന്നോ എന്നൊക്കെ പറയാം. സോ ലിപ്പിഡ് സോലിബിൾ ആണെങ്കിൽ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് കൂടുതലായിരിക്കും. സോ ദ ഡ്രഗ് ക്യാൻ ഈസിലി എലൂട്ട്, അകത്തേക്ക് കയറി വരാം. ഇനി നാലാമത്തത് ഈസ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ഇത് നമുക്ക് കൂടുതൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ബ്ലഡ് പ്ലാസ്മയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ആ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസിനാണ് നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനം ആൽബുമിൻ ആണ്. സോ ഇത് ലിവറിൽ നിന്നുണ്ടാകുന്നതാണ്. എല്ലാ പ്രോട്ടീനും ലിവറിൽ തന്നെ ഉണ്ടാകുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ് എല്ലാം തന്നെ ലിവറിൽ നിന്നുണ്ടാകുന്നതാണ്. രണ്ടാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ α1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. α1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പ്രോട്ടീൻ. ഇനിയും പ്രോട്ടീനുകളുണ്ട്. ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്, ദെൻ ചിലപ്പോൾ രക്തത്തിലെ RBCയിൽ തന്നെ മരുന്നുകൾ ഒട്ടിച്ചേരാം. പാമോബാർബിറ്റോൾ, പെൻഡോബാർബിറ്റോൾ, ഫെനറ്റോനൊക്കെ RBCയിൽ വരെ ഒട്ടിച്ചേരാൻ പറ്റുന്ന മരുന്നുകളാണ്. എങ്കിലും പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽബുമിനും α1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീനുമാണ് പ്രധാനം. സോ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം ആൽബുമിനാണ്. മിക്കവാറും മരുന്നുകളെല്ലാം തന്നെ ആൽബുമിനിലാണ് ഒട്ടിച്ചേരുന്നത്. ആസിഡിക് ഡ്രഗ്സ്, ഇഫ് ദ ഡ്രഗ് ഈസ് ആസിഡിക് ഡെഫിനറ്റ്ലി ആൽബുമിനിലായിരിക്കും ഒട്ടിച്ചേരുക. ബേസിക് ഡ്രഗ്സ് ആണെങ്കിൽ എല്ലാം തന്നെ α1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഇതിൽ തന്നെ ആസിഡ് ഉണ്ട്. സോ ആസ് ബേസിക് ഡ്രഗ്സ് വിൽ ബൈൻഡ് ടു ആസിഡ്. ഈ മരുന്ന് ഒട്ടിച്ചേരൽ എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നിന്റെയും സവിശേഷതയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓഫ് ദ ഡ്രഗ്. ഉദാഹരണം, ഡയസിപ്പാം ഗ്രൂപ്പിലെ ഡയസിപ്പാം എന്ന് പറയുന്ന മരുന്ന് 99% പ്രോട്ടീൻ ബൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ഫ്ലൂറാസിപ്പാം വെറും 10% മാത്രമേ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ്സ് ദ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓഫ് ദ ഡ്രഗ്. ഇനി ഈ ബൈൻഡിങ് മിക്കവാറും എല്ലാം തന്നെ റിവേഴ്സിബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ ഡ്രഗ് പ്ലാസ്മ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വീണ്ടും ഡ്രഗ് ആയിട്ട് റിവേഴ്സിബിൾ ആയിട്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഫ്രീ ഫോം ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ ബ്ലഡിൽ ഫ്രീ ഫോം ഉണ്ടാകും, പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ഫോം ഉണ്ടാകും. സോ ഈ ബൈൻഡിങ് ഉണ്ടാകുന്നത് മിക്കവാറും വീക്ക് ഫോഴ്സസ് ആണ്, വീക്ക് കെമിക്കൽ ഫോഴ്സസ്. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഫോഴ്സ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഫോഴ്സ് ആയതുകൊണ്ട് വീക്കാണ്. സോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് ഈസ് യൂഷ്വലി ദീസ് റിയാക്ഷൻസ് ആർ റിവേഴ്സിബിൾ ആണെങ്കിൽ പണി പാളും, പക്ഷെ സാധാരണ റിവേഴ്സിബിൾ ആണ്. സോ ഈ മരുന്നുകൾ ഒട്ടിച്ചേരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, പ്രധാനമായിട്ടും ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഈ പ്രോട്ടീന്റെ നേച്ചറാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഏതെല്ലാം മരുന്നുകളാണ് ഒട്ടിച്ചേരുന്നത്. അപ്പൊ ആസിഡിക് ഡ്രഗുകളാണ് ഒട്ടിച്ചേരുന്നത് പറഞ്ഞു. ആസിഡിക് ഡ്രഗുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം വരുന്ന NSAIDs ആണ്. NSAIDs വേദന സംഹാരികൾ എല്ലാം തന്നെ ആസിഡിക് ഡ്രഗ്സ് ആണ്. ഇപ്പൊ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആസ്പിരിൻ ആണ്, അത് ഒരു ആസിഡാണ്. പ്രൊപ്യോണിക് ആസിഡ് ഐബുപ്രൂഫൻ പ്രൊപ്യോണിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ദെൻ മെഫനമിക് ആസിഡ്, പേരിൽ തന്നെ മെഫനമിക് ആസിഡ് എന്ന് തന്നെയാണ് പേര്. ദെൻ ഡൈക്ലോഫെനാക്കും ആസിഡ് ആണ്. ദെൻ എല്ലാം തന്നെ വീക്ക് ആസിഡ്സ് ആണ്. സോ ദീസ് ഓൾ വിൽ ബൈൻഡ് ടു ആൽബുമിൻ. ദെൻ രണ്ടാമത്തത് ആന്റി എപ്പിലെപ്റ്റിക്
ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സിലെ ഫേമസ് ഫെനിറ്റോയിൻ അല്ലെങ്കിൽ ബാർബിറ്റൂറിക് ആസിഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഫിനോബാർബിറ്റോൺ, വാൽപ്രോയിക് ആസിഡ് ആസിഡ് തന്നെയാണ്. സോ ഇതെല്ലാം ആൽബുമിലായിരിക്കും ഒട്ടിച്ചേരുക. ദെൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് വാർഫാറിൻ ഫേമസ് ഡ്രഗ് ആണ്. അത് 99% പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ബെൻസോഡയസിപ്പിൻസ് അതും എയ്ഡിയും ആണത്. ദെൻ ആന്റിബയോട്ടിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൾഫോണമൈഡ്സ് ബൈൻഡ് ചെയ്യും. പെനിസിലിൻസ് ക്യാൻ ബൈൻഡ്, ടെട്രാസൈക്ലിൻസ് ക്യാൻ ബൈൻഡ്. ഓക്കെ, ദെൻ ടോൾബ്യൂട്ടമൈഡ് ആന്റി ഡയബറ്റിക് മരുന്ന്. സോ ഇതെല്ലാമാണ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഫോർ ഡ്രഗ്സ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ആൽബുമിൻ. ഓക്കെ, ഇനിയുള്ളത് ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോൺ പോലെയുള്ള ബോഡിയിലുള്ള സെക്സ്റ്റിറോയിഡ്സ്. സോ ഇതെല്ലാം തന്നെ ദിസ് ക്യാൻ ബൈൻഡ് ടു ആൽബുമിൻ. ഇനി ഇത് പറഞ്ഞപ്പോൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അത് ഗ്ലോബുലിൻസിലാണ് ബൈൻഡ് ചെയ്യുക. കോർട്ടിക്കോസ്റ്റെറോയിഡ് ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബുലിൻസ് ആണ്. ഇവിടെ 2 മരുന്നല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തത് ആസിഡ് 1 ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. അത് ബേസിക് ഡ്രഗ്സിനാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കാറ്റോണിക് ഡ്രഗ്സിനാണെന്ന് പറഞ്ഞു. സോ അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എല്ലാം തന്നെ ആന്റി അരിത്മിക് ഡ്രഗ്സ്. സോ ബേസിക് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം ചെടികളിൽ നിന്നുണ്ടാകുന്ന ആൽക്കലോയിഡൽ ഡ്രഗ് ഒക്കെ ബേസിക് ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ആന്റി അരിത്മിക് ഞാൻ പറഞ്ഞപ്പോൾ ക്വിനിഡിൻ ചെടിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ പ്രൊപ്രാനലോൾ ബേസിക് ആണ്. അതും കുറച്ച് ബീറ്റ ബ്ലോക്കർ ആണല്ലോ. ബീറ്റ ബ്ലോക്കർ മീൻസ് ആന്റി അരിത്മിക് ആക്ഷൻ. ദെൻ വെരാപ്പമിൽ പോലത്തെ ഒരു മരുന്നാണല്ലോ ഡിൽറ്റിയാസം. ഓക്കെ, ദെൻ ലിഗ്നോക്കെയിൻ ലോക്കൽ അനസ്തെറ്റിക് ആണ്. ലിഗ്നോക്കെയിനും ഒരു ആന്റി അരിത്മിക് ഡ്രഗിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താവുന്നത്. ദെൻ മോർഫിൻ ചെടികളിൽ നിന്ന് കിട്ടുന്നതാണ്, അപ്പോൾ ആൽക്കലൈൻ ആണ്, അതും ബേസിക് ആണ്. ദെൻ ഇമിപ്രമിൻ ലൈക്ക് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്, ഇമിപ്രമിൻ ഓർ TCAs. സോ ഇതെല്ലാമാണ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ആൽബുമിൻ ആൻഡ് ആസിഡ് 1 ഗ്ലൈക്കോപ്രോട്ടീൻ. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആൻഡ് ഓൾസോ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതിന് ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഈ കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ ആദ്യത്തെ നമ്പർ 1 തിങ് ഈസ്, ഒരു മരുന്ന് കൂടുതൽ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾക്ക് ഫ്രീ ഫ്രാക്ഷൻ കുറവായിരിക്കും. മിക്കവാറും അത്തരം മരുന്നുകൾ ബ്ലഡിൽ തന്നെ ആയിരിക്കും കൂടുതൽ. സോ ഡ്രഗ്സ് വിച്ച് ആർ ബൗണ്ട് ടു പ്ലാസ്മ പ്രോട്ടീൻസ് ആർ ലിമിറ്റഡ് ടു ദ ബ്ലഡ് കമ്പാർട്ട്, അവിടെ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് അവയുടെ VD നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ലോ, അത് കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് 1 തിങ്, VD കുറവാണ്. 2, പ്ലാസ്മ പ്രോട്ടീൻ ബോണ്ട് മരുന്നുകൾ അവയുടെ റിസപ്റ്റേഴ്സിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ അവയുടെ ആക്ഷൻസിനെ ബാധിക്കാം. അത് മാത്രമല്ല, അങ്ങനെ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗുകൾ കൂടുതൽ ബ്ലഡിൽ അവൈലബിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ലോങ് ആക്ടിങ് ആയിട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 3, പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആയിട്ടുള്ള ഡ്രഗുകൾ, ബൗണ്ട് ഡ്രഗ് മെറ്റബോളിസത്തിന് പറ്റില്ല, മെറ്റബോളിസം കുറയും. അൺബൗണ്ട് ഫ്രാക്ഷൻ മാത്രമേ ലിവറിൽ മെറ്റബോളൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റെഡ്യൂസ്ഡ് ഹെപ്പാറ്റിക് മെറ്റബോളിസം കുറവായിരിക്കും. 4, ഇതേ സെയിം കണ്ടീഷൻ ആപ്ലിക്കബിൾ ടു റീനൽ, ദാറ്റ് മീൻസ് റെഡ്യൂസ്ഡ് റീനൽ ക്ലിയറൻസ്. മരുന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ അൺബൗണ്ട് ആയിരിക്കണം. ഇനി 5, ഇൻ ലിവർ ഡിസീസസ്, ലിവർ സിറോസിസ്, കരൾ രോഗികളുള്ളവരിൽ ആൽബുമിൻ പ്രൊഡക്ഷൻ, ഡിക്രീസ്ഡ് ആൽബുമിൻ ആൻഡ് ഓൾസോ ഡിക്രീസ്ഡ് ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഇത് രണ്ടും കുറവാകുമ്പോൾ അവയിലുള്ള ബൈൻഡിങ് കുറവായിരിക്കും. ബൈൻഡിങ് കുറവാകുമ്പോൾ ഫ്രീ ഡ്രഗ് കൂടുതലാകുമ്പോൾ ടോക്സിസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. സോ ബോത്ത് ആസിഡിക് ഡ്രഗ്സ് ആൻഡ് ബേസിക് ഡ്രഗ്സ്, അവയുടെ ടോക്സിസിറ്റി കൂടുതലാകാം. ഇനി 6, നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ളവരിൽ, നെഫ്രോട്ടിക് സിൻഡ്രോം രോഗികളുള്ളവരിൽ ആൽബുമിൻ അവരുടെ ഗ്ലോമർലസിലൂടെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൽബുമിൻ കിഡ്നി ഡാമേജ് മൂലം ആൽബുമിൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടും. സോ ആൽബുമിൻ കുറയുമ്പോൾ ആസിഡിക് ഡ്രഗിന്റെ ഫ്രീ ഫോം വർദ്ധിക്കും. സോ ടോക്സിറ്റി ഓഫ് ആസിഡിക്
ഡ്രഗ്സിന്റെ ടോക്സിറ്റി കൂടും. ഇനി ഏഴാമത്തെ ഇമ്പോർട്ടൻസ് ഓർ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഇൻഫ്ലമേഷൻ ഉള്ളവരിൽ ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ്റെ എമൗണ്ട് കൂടുതലാണ്. കാരണം ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ ഇസ് എൻ അക്യൂട്ട് റിയാക്ടൻറ്റ്, അക്യൂട്ട് ഫേസ് റിയാക്ടൻറ്റ് കൂടിയാണ്. സോ ബേസിക് ഡ്രഗ്സ് ആ സമയത്ത് കൂടുതലായിട്ട് ഒട്ടിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എട്ടാമത്തെ കേസ് ഹൈ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സിന്റെ ടോക്സിസിറ്റി ഉള്ള ഡ്രഗുകൾ, അങ്ങനെയുള്ള ഡ്രഗുകൾക്ക് ടോക്സിറ്റി വന്നാൽ ഹീമോഡയാലിസിസ് ചെയ്തിട്ട് കാര്യമായിട്ടുള്ള കാര്യമില്ല. ബിക്കോസ് ഡ്രഗ്സ് ആർ പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ് ഡയാലിസിസ് വഴി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ സ്പെഷ്യൽ ടെക്നിക്സ് വേണ്ടി വരും. ഇനി ഒമ്പതാമത്തെ കേസിൽ ഇത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഈസ് നോൺ സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ ഏത് മരുന്നിനും ഒട്ടിച്ചേരാം, പല മരുന്നുകൾക്കും ഒട്ടിച്ചേരാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ക്യാൻ ബൈൻഡ് ടു ദ സെയിം സൈറ്റ് ഓഫ് എ ആൽബുമിൻ. സോ ഒരേ സമയം രണ്ടു തരം മരുന്നുകൾ കഴിക്കുന്നവരിലാണെങ്കിൽ രണ്ട് മരുന്നും ഒരേ സ്ഥലത്ത് ബൈൻഡ് ചെയ്യുന്നവരെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സോ ദർ വിൽ ബി കോമ്പറ്റീഷൻ. മരുന്നുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു മരുന്ന് ഒട്ടിച്ചേരും, മറ്റേ മരുന്ന് ഫ്രീ ആകും. സോ ഫ്രീ ആയ മരുന്നിന്റെ ടോക്സിറ്റി കൂടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, ഡയബറ്റിസ് മെലിറ്റസ് ഓർ പ്രമേഹമുള്ള ആളാണ്. അയാൾ ടോൾ ബ്യൂട്ടമൈഡ് എന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോൾ ബ്യൂട്ടമൈഡ് വിൽ ബൈൻഡ് ടു പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ ബൈൻഡ് ചെയ്യേണ്ടിയിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള സമയത്ത് വേറൊരു അസുഖത്തിന് വേണ്ടി പുള്ളി ആസ്പിരിൻ കഴിക്കുകയെന്ന് വിചാരിക്കുക. ഈസ് ടേക്കിംഗ് ആസ്പിരിൻ. ഈ ആസ്പിരിൻ എന്ത് ചെയ്യും? ആസ്പിരിൻ പോയി ഇവിടെ ബൈൻഡ് ചെയ്യും, ടോൾ ബ്യൂട്ടമൈഡ് പുറത്താവും. ടോൾ ബ്യൂട്ടമൈഡ് അപ്പം എന്ത് ചെയ്യും? ബീറ്റാ സെൽസിൽ പോവും. ഇറ്റ് വിൽ ഇൻക്രീസ്ഡ് ഇൻസുലിൻ റിലീസ്. സോ പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും, എക്സസീവ് ആക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫിനോബാർബിറ്റോണും ഇതേപോലെ ഫെനിറ്റോയിൻ ടോക്സിറ്റി ഉണ്ടാക്കാം. സെയിം ഫിനോബാർബിറ്റോൺ പോയി ഫെനിറ്റോയിനെ മാറ്റുന്ന ടോക്സിറ്റി ഉണ്ടാക്കാം. ഇനി മറ്റൊരു ടോക്സിറ്റി അത് കൊച്ചുകുട്ടികളിൽ നമുക്കറിയാം ബിലിറൂബിൻ ഉയർന്നു കഴിഞ്ഞാൽ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും. വലിയ ആൾക്കാരിൽ അത്രയും പ്രശ്നമില്ല, പക്ഷെ കൊച്ചുകുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ CNS ഡാമേജ് ഉണ്ടാക്കാം. ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് ആസ് കെർണിക്ടറസ്. അതിനെ നമ്മൾ കെർണിക്ടറസ് എന്നാണ് വിളിക്കുക. ബിലിറൂബിൻ ഉയർന്നത് കൊണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് അവിടെ CNS ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഈ അസുഖം. സോ ഇവിടെ നമ്മൾ ഈ ബിലിറൂബിനാണ് കാരണക്കാരൻ. ബിലിറൂബിൻ ഒട്ടിച്ചേരുന്നത് ആൽബുമിലാണ്. അപ്പോൾ ഈ രോഗി അല്ലെങ്കിൽ ഈ കുട്ടിയിൽ സൾഫോണാമൈഡ് കൊടുക്കുകയാണെന്ന് വയ്ക്കുക. സൾഫോണാമൈഡ് ആന്റിബയോട്ടിക് എന്തെങ്കിലും കാരണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ചെല്ലും, സൾഫോണാമൈഡ് വിൽ ബൈൻഡ് ആൻഡ് ദിസ് ബിലിറൂബിൻ വിൽ ബി ഡിസ്പ്ലേസ്ഡ്. ഫ്രീ ആയിട്ടുള്ള ബിലിറൂബിൻ വിൽ ക്രോസ് ദ സെൻട്രൽ നർവസ് സിസ്റ്റം, ബ്രെയിനിൽ കടന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ഡാമേജ്. സോ കെർണിക്ടറസ് എന്ന അസുഖം ഉണ്ടാവും. സോ കെർണിക്ടറസ് എന്ന് പറയുന്ന അസുഖത്തിൽ സൾഫോണാമൈഡ് ഡ്രഗ്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. സോ ഇത്രയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയാം. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടൻസും ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ VD ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.